നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതിയിൽ CPIയും പ്രതിപക്ഷവും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ കടുത്ത നിലപാടുകളിലേക്ക് പോകാതെ CPIയെ വേഗത്തിൽ അനുനയിപ്പിച്ച് കൂടെ നിർത്താനാണ് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് CPIയുടെ പാർട്ടി ആസ്ഥാനത്തെത്തിയത്. പദ്ധതിയിലെ ഒത്തുതീർപ്പിനെ കീഴടങ്ങലായി തെറ്റിദ്ധരിക്കേണ്ടതില്ലെന്നാണ് CPMന്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും നിലപാട്. അതായത് RSS വിദ്യാഭ്യാസ നയത്തിനെതിരായ പോരാട്ടം തുടരും. ഇത് CPMന് സ്വന്തം ഘടകകക്ഷിയായ CPIയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകുന്നില്ലേ? CPI നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? അതോ മുഖ്യമന്ത്രി സംസാരിച്ചാൽ നയം മാറുമോ? അതോ തിരുത്തൽ ശക്തിയാകുമോ? വിശദമായി നോക്കാം ടോപ്പ് 10. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. PM ശ്രീയിൽ ഉലഞ്ഞ് ഇടതുമുന്നണി, നിലപാട് കടുപ്പിച്ച് CPI. മന്ത്രി ശിവൻകുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയിലും പ്രതിഷേധം ആവർത്തിച്ച് ബിനോയ് വിശ്വം. ധാരണാപത്രം റദ്ദാക്കണമെന്ന MA ബേബിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം D രാജ. ഒപ്പുവെച്ചത് കച്ചവടവൽക്കരണം തടയുമെന്ന ഉറപ്പിലെന്ന് MA ബേബി. സംസ്ഥാന ഘടകങ്ങൾ ചർച്ച ചെയ്യട്ടെയെന്നും CPM ജനറൽ സെക്രട്ടറി. പദ്ധതിയിൽ ഒപ്പിടാൻ അസ്വാഭാവിക ധൃതി കാണിച്ചുവെന്ന് VD സതീശൻ. പ്രതിഷേധം തെരുവിലേക്കും. PM ശ്രീയിൽ ഒപ്പിട്ടതിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് CPI യുവജന സംഘടനകളുടെയും KSUവിന്റെയും പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച സമരക്കാർ. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയെ തെരുവിൽ നേരിടുമെന്നും രക്തരൂക്ഷിത സമരത്തിലേക്ക് പോകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ 4 വർഷം വൈകിയതിന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മാപ്പ് പറയണമെന്ന് K സുരേന്ദ്രൻ. ബെല്ലാരിയിൽ നിന്ന് അയ്യന്റെ പൊന്ന്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ് നടത്തി. പോറ്റി ഗോവർദ്ധന് കൈമാറിയ സ്വർണ്ണക്കട്ടികൾ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തി. മുരാരി ബാബുവിന്റെ കസ്റ്റഡി അപേക്ഷയിൽ ചൊവ്വാഴ്ച തീരുമാനം. ശക്തമായ മഴയാണ്, ജാഗ്രത വേണം. മോൻതാൽ ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരത്തേക്ക് നീങ്ങാൻ സാധ്യത. 110 കിലോമീറ്റർ വേഗത്തിൽ വീശുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കരുത്തറിയിച്ച് കുട്ടിത്താരങ്ങൾ. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 4ാം ദിനം അത്ലറ്റിക്സിൽ റെക്കോർഡുകളുടെ പെരുമഴ. 200 മീറ്ററിൽ മാത്രം പിറന്നത് 4 റെക്കോർഡുകൾ. 38 വർഷത്തെ മീറ്റർ റെക്കോർഡ് തിരുത്തി പാലക്കാടിന്റെ ആൻവി. ട്രിപ്പിൾ സ്വർണവുമായി മലപ്പുറത്തിന്റെ ആദിത്യ അജി. പോയിന്റ് നിലയിൽ കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം. അത്ലറ്റിക്സിൽ പാലക്കാട് മുന്നിൽ. എണ്ണയിലെ നയതന്ത്രം. അമേരിക്കൻ ഉപരോധം നേരിടുന്ന റഷ്യൻ കമ്പനികളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടി. നയതന്ത്ര തലത്തിൽ നേരിടണമെന്ന് കമ്പനികൾ. ശക്തി പ്രകടനത്തിന് ഇന്ത്യ. പാക് അതിർത്തിയിൽ 10 ദിവസത്തെ സൈനികാഭ്യാസത്തിനൊരുങ്ങി ഇന്ത്യ. 3 സേനകളും പങ്കെടുക്കുന്ന തൃശൂൽ പ്രകടനം. സർക്രീക്ക് മുതൽ താർ മരുഭൂമി വരെ വ്യോമപാത ഒഴിവാക്കാൻ ഇന്ത്യൻ വൈമാനികർക്ക് നിർദ്ദേശം. വ്യോമാതിർത്തിയിൽ നിയന്ത്രണവുമായി പാകിസ്ഥാൻ. മാനം കാത്ത മികവ്. സിഡ്നി ഏകദിനത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് 9 വിക്കറ്റിന്. രോഹിത് ശർമ്മയ്ക്ക് സെഞ്ചുറി, വിരാട് കോഹ്ലിക്ക് അർദ്ധ സെഞ്ചുറി. പരമ്പര 2-1 ഓസ്ട്രേലിയയ്ക്ക് സ്വന്തം. അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിലെത്തില്ല. ഫിഫയുടെ അനുമതിക്കുള്ള കാലതാമസം പരിഗണിച്ച് കളി മാറ്റിവെക്കാൻ ധാരണയായെന്ന് സ്പോൺസർ. പുതിയ ഇടയൻ. ലത്തീൻ സഭ കൊച്ചി രൂപതയുടെ ബിഷപ്പായി ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിലിനെ ബിഷപ്പായി തെരഞ്ഞെടുത്തു. വത്തിക്കാനിൽ പ്രഖ്യാപനം. സ്റ്റോറി ഓഫ് ദി ഡേ. ആലപ്പുഴയിലെ റോക്കി ബായ്. CPI നയത്തിൽ ഉറച്ചോ? PM ശ്രീ പദ്ധതിയിൽ പിന്നോട്ടില്ല. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. മന്ത്രി V ശിവൻകുട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും CPI ഉറച്ച നിലപാട് ആവർത്തിച്ചു. നിലപാടിൽ മാറ്റമില്ലെന്നും കൂടിക്കാഴ്ച കൊണ്ട് കാര്യമില്ലെന്നും മന്ത്രി GR അനിലും വ്യക്തമാക്കി.
PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനെ തുടർന്ന് CPIയുടെ കടുത്ത എതിർപ്പിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയത്. അരമണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ചയിൽ മന്ത്രി GR അനിലും പങ്കെടുത്തു. 3 ദിവസത്തിനുള്ളിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് സംബന്ധിച്ച കാര്യത്തിൽ CPM നിലപാട് അറിയിക്കണമെന്നാണ് CPI അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം അറിയിച്ചത്. ഇതേ തുടർന്നാണ് ആദ്യ ദിനം തന്നെ മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തിയത്. പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഞാൻ ബിനോയ് വിശ്വ സഹാബിനെ കാണാൻ വന്നു. GRL മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും തീരും. എന്നാൽ CPI നിലപാടിൽ മാറ്റമില്ലെന്ന് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത മന്ത്രി GR അനിൽ പറഞ്ഞു. മുന്നണി മര്യാദ ലംഘിച്ചുള്ള CPMന്റെ നീക്കത്തെ CPIയുടെ മുഖപത്രമായ ജനയുഗവും മുഖപ്രസംഗത്തിൽ വിമർശിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഫാസിസ്റ്റ് അജണ്ടയാണെന്നും RSS പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പുതുതലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും പദ്ധതിയിൽ ഒപ്പുവെച്ചതോടെ ചർച്ചയുടെയും സമവായത്തിന്റെയും സാധ്യതകൾ ഇല്ലാതായതായും ജനയുഗം വിമർശിക്കുന്നു. അതേസമയം CPM നീക്കത്തിനെതിരെ AYFും AISFും പ്രതിഷേധം കടുപ്പിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിലെ വിവാദങ്ങൾക്കിടെ MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തി CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D രാജ. ധാരണാപത്രം റദ്ദാക്കണമെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D രാജ ആവശ്യപ്പെട്ടു. CPM ഇക്കാര്യം പുനഃപരിശോധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം MA ബേബിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. We have asked our party CPI in Kerala to discuss the issue with CPM in Kerala. I have been told by Kamal Reddy, he has asked his own party CPM to talk to CPI and discuss the issues and try to find a solution. And we are hopeful our two parties will discuss and will try to find a solution. അതേസമയം PM ശ്രീ പദ്ധതിയിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മുമ്പ് പറഞ്ഞ നിലപാടിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ CPIയുടെയും CPIഎമ്മിൻ്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ട നടപടിയെ ന്യായീകരിച്ച് CPM. അതേസമയം കരാറിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാതെ സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാകില്ലെന്നാണ് BJPയുടെ നിലപാട്. വിവിധ സ്ഥലങ്ങളിൽ പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു. PM ശ്രീ പദ്ധതിയിൽ CPIയുടെ ആവശ്യം പരിഗണിച്ചേ മതിയാവൂ എന്ന് മന്ത്രി J. ചിഞ്ചുറാണി. 27-ന് നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിനു ശേഷം CPI നിലപാട് അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 27-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടാൻ പോവുകയാണ്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അറിയിക്കും. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ ഇനിയും സമയമുണ്ടെന്ന് മുതിർന്ന CPI നേതാവ് പ്രകാശ് ബാബു പറഞ്ഞു. NEP യുമായി ഇതിന് ബന്ധമില്ല. PM ശ്രീയും NEPയും രണ്ടും രണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ്. പിന്മാറാൻ സാധിക്കും. ആ നിലയിലുള്ള രാഷ്ട്രീയ തീരുമാനം എടുക്കണം. എല്ലാ കക്ഷികളും മുന്നണി മര്യാദ പാലിക്കേണ്ടതുണ്ടെന്നും NCPയുടെ അഭിപ്രായം അത്തരം വേദികളിൽ അറിയിക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനാകില്ലെന്ന നിലപാടിലാണ് മന്ത്രി KN ബാലഗോപാൽ. പദ്ധതിയിൽ അംഗീകരിക്കാൻ പറ്റാത്തത് അംഗീകരിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞതാണെന്ന് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന പദ്ധതിയല്ല PM ശ്രീ എന്ന പ്രതികരണമാണ് TP രാമകൃഷ്ണന്റേത്. പല സ്കൂളുകളും തിളങ്ങുന്നുവെന്ന് സർക്കാർ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ടെന്നും അത് കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ടാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാതെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകില്ലെന്നും BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്? എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ PM ശ്രീയിൽ ഒപ്പുവെക്കാനുള്ള
അതിൻ്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഒറ്റ നിർദ്ദേശത്തെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ തീരുമാനമെടുത്തതെന്ന് PV അൻവർ വിമർശിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KSU കോഴിക്കോട് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കരാറിൽ ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് MSF പ്രവർത്തകർ കാസർഗോഡ് DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സ്വന്തം മുന്നണിയിൽ നിന്നും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെയും ഒക്കെ പ്രതിഷേധവും അതുപോലെ തന്നെ വിമർശനവും ഒക്കെ കടുക്കുമ്പോൾ RSS അജണ്ട ശക്തമായി എതിർക്കുമെന്ന മുന്നറിയിപ്പ് ഇടയ്ക്കിടെ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നുണ്ട്. PM ശ്രീ പദ്ധതിയുടെ പേരിൽ സിലബസ് അടിച്ചേൽപ്പിക്കാനാകില്ലെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഗാന്ധി ഘാതകൻ ഗോഡ്സെ എന്ന് തന്നെ കേരളം പഠിപ്പിക്കും. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ RSS സ്ഥാപകൻ ഗേഡ്ഗേവറെയും സവർക്കറെയും ഉൾപ്പെടുത്തുമെന്ന BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചാരണം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് BJP നേതാവിന് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം അസംബന്ധ പ്രസ്താവനകൾ നടത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ ഒപ്പിട്ടതിൽ പ്രതിഷേധ സമരവുമായി ഭരണപക്ഷ യുവജന സംഘടനകൾ രംഗത്ത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് CPI യുവജന വിദ്യാർത്ഥി സംഘടനകളായ AIYF-ഉം AISF-ഉം സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. ഇരുട്ടിന്റെ മറവിലാണ് PM ശ്രീ ഒപ്പിട്ടതെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ആരോപിച്ചു. വിദ്യാഭ്യാസത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും കൊണ്ടുവരുന്നു എന്നാരോപിച്ച് വർഷങ്ങളായി ഇടതുപക്ഷം രാഷ്ട്രീയപരമായും നയപരമായും എതിർത്തുവന്ന PM ശ്രീ സ്കൂൾ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതോടെയാണ് ഇടതുപക്ഷ സംഘടനകൾക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറി ആരംഭിച്ചത്. ഇതോടെയാണ് CPI യുവജന വിദ്യാർത്ഥി സംഘടനകളായ AIYF-ഉം AISF-ഉം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് സംയുക്ത പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമരക്കാർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. താൻ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം PM ശ്രീ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ NEPക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നു. അതറിയില്ലെങ്കിൽ മന്ത്രിക്ക് നയവ്യത്യാസമുണ്ടായി എന്നാണ് കരുതുന്നതെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പറഞ്ഞു. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് എവിടെയാണ് മാറ്റം സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുവാൻ തയ്യാറാകണം. NEPയുടെ കുഴപ്പം എന്താണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റിന് നയവ്യതിയാനം ഉണ്ടായി എന്ന് ഈ കേരളീയ സമൂഹം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. PM ശ്രീയിൽ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് KSU-വും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ഭരണപക്ഷത്തിലെയും പ്രതിപക്ഷത്തിലെയും യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPIയുടെ യുവജന സംഘടനകൾ കോഴിക്കോടും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഈ ധാരണാപത്രത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തുവിടണമെന്നാണ് അവരുടെ ആവശ്യം. PM ശ്രീയിലെ വിദ്യാർത്ഥികളുടെ ആശങ്ക വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ നേരിട്ട് അറിയിച്ച് SFI. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ കേരളം പൂർണ്ണമായും പ്രതിരോധിക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. SFI സംസ്ഥാന അധ്യക്ഷൻ M ശിവപ്രസാദ് അടക്കമുള്ള നേതാക്കൾ മന്ത്രിയെ നേരിട്ട് കണ്ടാണ് ആശങ്ക പങ്കുവച്ചത്. മന്ത്രിക്ക് ഇതു സംബന്ധിച്ച് കത്ത് കൈമാറുന്ന ചിത്രവും M ശിവപ്രസാദ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. സമവായ ചർച്ചകളൊന്നും ഫലം കാണാതാകുമ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഇടതുമുന്നണി. MOUവിൽ നിന്ന് പിന്മാറുകയല്ലാതെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് CPI ആവർത്തിക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്നാണ് CPM ആവർത്തിക്കുന്നത്. നാളെ മുഖ്യമന്ത്രി മടങ്ങിയെത്തുമ്പോൾ വീണ്ടും തിരക്കിട്ട സമവായ ചർച്ചകൾ പ്രതീക്ഷിക്കാം. പക്ഷേ എന്ത് സമവായ ഫോർമുലയാകും 27 ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന് മുമ്പ് CPM പുറത്തെടുക്കുക എന്നാണ് കാണേണ്ടത്. ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ വിലയിരുത്തലുകളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, CPI നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ CPIക്ക് ഒരു തിരുത്തൽ ശക്തിയാകാൻ സാധിക്കുമോ? അതായത് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പോലെ NEP നടപ്പാക്കാതെ പറ്റുമോ? അതായത് നടപ്പാക്കാതെ എങ്ങനെ ഈ ഫണ്ട് സ്വന്തമാക്കാൻ സാധിക്കും? ആ നിലപാടിലേക്കൊക്കെ പോകുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി CPI കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമോ അതോ CPI CPM-നൊപ്പം ചേരുമോ? അതൊക്കെ ഇനി എങ്ങനെയായിരിക്കും?
അമ്പിളി, തീർച്ചയായും സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ CPM ഇടതുമുന്നണി ആടിയുലയുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സമവായ ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടില്ല. സംസ്ഥാന നേതൃത്വമായാലും ദേശീയ തലത്തിലായാലും ചർച്ചകളൊന്നും തന്നെ ഫലം കാണാത്തൊരു കാഴ്ചയാണ്. വി ശിവൻകുട്ടി എന്ന MN സ്മാരകത്തിലെത്തി അരമണിക്കൂറോളമാണ് ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ബിനോയ് വിശ്വം അല്ലെങ്കിൽ CPI നേതൃത്വമാകട്ടെ PM ശ്രീ പദ്ധതിയിൽ നിന്ന് MOUയിൽ നിന്ന് പിന്മാറുക, അതിനപ്പുറത്തേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിൽ കടും പിടുത്തത്തിൽ തന്നെ നിൽക്കുകയാണ്. ദേശീയ നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ട് പോലും, അതായത് MA ബേബിയും D രാജയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടും അതും വിഫലമാകുന്നൊരു കാഴ്ചയാണ്. പ്രകാശ് ബാബു ഇന്ന് CPM-നെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച പോലും നമ്മൾ കണ്ടു. വർഗീയതയ്ക്ക് CPM അടിയറവ് പറഞ്ഞു എന്ന രീതിയിൽ തന്നെയുള്ള പരസ്യ പ്രസ്താവനയാണ് പ്രകാശ് ബാബുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് CPI ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടില്ല. ഈ ചർച്ചകളൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ നടന്നത്. എന്നിട്ട് പോലും CPI അനുനയിപ്പിക്കാനായി CPM-ന് കഴിയുന്നില്ല എന്നതാണ്. CPM ചോദിക്കുന്നത് ഒപ്പിട്ട് കഴിഞ്ഞ ഒരു പദ്ധതിയാണ്. ആ ധാരണാപത്രത്തിൽ നിന്ന് എങ്ങനെ പിന്നോട്ട് പോകുമെന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതിനപ്പുറത്തേക്ക് CPI-യുടെ ആശങ്ക പരിഹരിക്കാമെന്നൊക്കെ CPM പറയുന്നു. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറയുന്നു. എന്നാൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ, കരാർ ഒപ്പിട്ട് NEP നടപ്പാക്കുമെന്ന ഉപാധിയോടുകൂടി കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കരാറിൽ പറയുന്ന എല്ലാ വ്യവസ്ഥകളും ഇവിടെ നടപ്പാക്കിയേ മതിയാകും. എങ്ങനെ കരാറിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാതെ ഫണ്ട് മാത്രം വാങ്ങാൻ കഴിയുമെന്നൊരു ചോദ്യം CPI ചോദിക്കുന്നു. എന്തായാലും CPI ആ നിലപാടിൽ കടുംപിടുത്തത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ CPM-നാകട്ടെ ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് CPM ഉറച്ചു നിൽക്കുമ്പോൾ ഇനി എന്താകും ഈ സ്ഥിതി? ഇടതുമുന്നണി ഇനി എങ്ങനെയാകും? മാത്രമല്ല 27-ാം തീയതി തിങ്കളാഴ്ച ആലപ്പുഴയിൽ CPM-ന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നാണ് ഇതിൽ നയപരമായ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ തന്നെ മന്ത്രിമാരെ പിൻവലിക്കുക, മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നാണ് CPI-യിലെ നേതാക്കളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. എങ്കിൽ പോലും ഈ സമയത്തിനുള്ളിൽ നാളെ എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചും CPI-യെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ ദിവസമാണ്. നാളെ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് വിദേശ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തുകയാണ്. ഒരുപക്ഷെ ഒരു ഇടതുമുന്നണി യോഗത്തിനുള്ള സാധ്യത എത്രത്തോളം എന്ന് പോലും ഉറപ്പില്ലാത്തൊരു സാഹചര്യമാണ്. ഇനി എന്ത് ചർച്ച നടത്തിയിട്ടും സാധ്യതയില്ല. ചർച്ചകളൊക്കെ അടഞ്ഞിരിക്കുന്നു. ചർച്ചകളിലൂടെയുള്ള ഒരു സമവായ സാധ്യതകളൊക്കെ അടഞ്ഞിരിക്കുകയാണ്. നിലപാട് MOUയിൽ നിന്ന് പിന്മാറുക എന്നൊരൊറ്റ നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്നു. അത് പിന്മാറുക എന്ന് പറയുന്നത് അസാധ്യമാണ്, പ്രായോഗികമല്ല എന്ന നിലപാടിൽ CPM ഉറച്ചു നിൽക്കുമ്പോൾ എങ്ങനെയാകും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയൊരു ചോദ്യമായി നിൽക്കുകയാണ്. ഇതിനിടയിൽ വിദ്യാർത്ഥി സംഘടനകൾ, CPI-യുടെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെയും തെരുവിലാണ്. ഈ NEP നടപ്പാക്കുന്നതിന് കടുത്ത പ്രക്ഷോഭവുമായ രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ ഈ ഇടതുമുന്നണിയുടെ ഈ രീതിയിൽ ഇടതുമുന്നണിയിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറിയൊക്കെ വലിയ രീതിയിൽ ആയുധമാക്കി പ്രതിപക്ഷമുണ്ട്. എന്തായാലും നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം തന്നെയാണ്. അമ്പിളി, തീർച്ചയായും എന്തായാലും CPM-ന്റെ ആദ്യ അനുനയ ശ്രമം പാളിയിരിക്കുകയാണ്. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ NEP നടപ്പാക്കാതെ പറ്റുമോ, നടപ്പാക്കാതെ എങ്ങനെ ഈ ഫണ്ട് കിട്ടും, ആ രീതിയിൽ എന്ത് തന്ത്രപരമായ നീക്കമായിരിക്കും നടത്തുക, കേന്ദ്ര സിലബസ് പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. നിയമവഴിയുടെ സാധ്യത തേടിയില്ല എന്നതൊക്കെയാണ് രാഷ്ട്രീയ ഡീൽ എന്ന് പറഞ്ഞ് പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നത്. എന്തായാലും നാളെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിലിറ്റ് ഡിസൂസ. PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയായ സംസ്ഥാന സർക്കാരിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച് ABVP-യുടെ മാർച്ച്. പ്രതീകാത്മകമായി വിദ്യാഭ്യാസ മന്ത്രിയെ പൊന്നാട അണിയിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു ABVP-യുടെ പ്രകടനം. തൃശൂർ നടുവിലാലിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അക്ഷയ് പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയ സ്വർണം കണ്ടെത്തി. ബെല്ലാരിയിലെ ഗോവർദ്ധനന്റെ സ്വർണ്ണക്കടയിൽ നിന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കണ്ടെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെത്തി. സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന ശക്തമാക്കുകയാണ് SIT. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നഷ്ടപ്പെട്ട സ്വർണത്തിൽ 476 ഗ്രാമാണ് പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്നും കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP P ശശിധരന്റെ നേതൃത്വത്തിൽ നടന്ന തെളിവെടുപ്പിലാണ് സ്വർണം കണ്ടെത്തിയത്. ബംഗളൂരുവിലും ചെന്നൈയിലും എത്തിച്ചും തെളിവെടുപ്പ് തുടരും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിലെത്തിച്ച് സ്വർണം വേർതിരിച്ചതിന്റെ കൂലിയായി നൽകിയ 109 ഗ്രാം സ്വർണവും അന്വേഷണ സംഘത്തിന് ഇനി വീണ്ടെടുക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെയും ബാംഗ്ലൂരുവിലെയും വസതിയിൽ അന്വേഷണ സംഘം പരിശോധന തുടരുകയാണ്. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളും 2 ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം ദേവസ്വം ബോർഡിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട മറ്റു ജീവനക്കാരുടെ വീടുകളിലും അന്വേഷണ സംഘം പരിശോധന നടത്തി. വരും ദിവസങ്ങളിൽ ഇവരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തും. അടുത്ത ദിവസം മുരാരി ബാബുവിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ പേരുടെ പങ്ക് വ്യക്തമാകും.
തുടർ ദിവസങ്ങളിൽ ഇവരുടെ അറസ്റ്റും ഉണ്ടായേക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. SIT അന്വേഷണം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് എത്തിയതിന്റെ ഉദാഹരണമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെത്തിയതെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇപ്പോൾ കേട്ട വാർത്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുറെങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡും അത് തന്നെ സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു SIT ആണ് രൂപീകരിച്ചത്. ആ SIT അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടുന്നത് സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വ്യക്തിപരമായി ആഗ്രഹിച്ചാലും സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അയ്യപ്പന്റെ നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും വീണ്ടെടുക്കാനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്നെ ബന്ധപ്പെടുത്താനായിരുന്നു പലരും ശ്രമിച്ചത്. അതെല്ലാം പരാജയപ്പെട്ടു. കേസിൽ പ്രതികളായ വിരമിച്ച ജീവനക്കാർക്കെതിരെ നടപടി ഉചിതമായ സമയത്തുണ്ടാകുമെന്നും ദേവസ്വം ബോർഡിന് ഒന്നും മറയ്ക്കാനില്ലെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ചാൽ തുടരാൻ പറ്റൂലല്ലോ, അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്കൊന്നും മറയ്ക്കാനോ ഒളിക്കാനോ ഇല്ല. 2019 ഇങ്ങോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അക്ഷന്തവ്യമായ അപരാധം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, ആരും അത് ഒളിച്ചു വയ്ക്കുന്നില്ലല്ലോ. പിന്നെ എപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്? ഞങ്ങൾ കൊണ്ടുപോകുമ്പോഴല്ലേ. മുരാരി ബാബുവിനെ ഈ മാസം 28-ന് ഹാജരാക്കണമെന്ന് കോടതി ഉത്തരവ്. റാന്നി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രൊഡക്ഷൻ വാറന്റ് അടിസ്ഥാനത്തിലാണ് റാന്നി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ 2ാം പ്രതിയാണ് മുരാരി ബാബു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് ഇയാളിപ്പോൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിയുടെ ആറന്മുള ദേവസ്വം സ്ട്രോങ് റൂമിലെ പരിശോധന ഇന്നത്തേക്ക് അവസാനിച്ചു. രാവിലെ 10-ന് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന വരും ദിവസങ്ങളിലും തുടരും. ശബരിമലയിൽ കാലങ്ങളായി ഭക്തർ സമർപ്പിച്ച അമൂല്യമായ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് ആറന്മുളയിലാണ്. ഇവയുടെ കണക്കെടുപ്പാണ് പ്രധാനമായും അമിക്കസ് ക്യൂറി നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആറന്മുള സ്ട്രോങ് റൂമിലെ രജിസ്റ്ററും മഹസറും ഒത്തുനോക്കുന്ന ജോലികളും ശബരിമലയിൽ നിന്ന് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നതായി രേഖപ്പെടുത്തിയ വിലയേറിയ വസ്തുക്കൾ ഇവിടെയുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളാണ് അമിക്കസ് ക്യൂറിയുടെ നേതൃത്വത്തിൽ പ്രധാനമായും നടക്കുന്നത്. ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നതായി ശബരിമലയിലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വഴിപാട് സാധനങ്ങളെപ്പറ്റിയും വിശദമായ വിവരങ്ങൾ തരംതിരിച്ച് പ്രത്യേകം പട്ടിക തയ്യാറാക്കും. ആറന്മുള ഗ്രൂപ്പിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ ലഭിച്ച വിലയേറിയ തിരുവാഭരണങ്ങളുടെയും പൂജാ സാമഗ്രികളുടെയും വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. വരുന്ന ഏതാനും ദിവസങ്ങൾ തുടർച്ചയായി പരിശോധന നടത്തി വിശദമായ റിപ്പോർട്ട് കാലതാമസം വരുത്താതെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് ജസ്റ്റിസ് KT ശങ്കരൻ ലക്ഷ്യമിടുന്നത്. ജസ്റ്റിസ് KT ശങ്കറിനൊപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജസ്റ്റിസ് ജയകൃഷ്ണൻ, തിരുവാഭരണം കമ്മീഷണർ R റജിലാൽ, വിജിലൻസ് SP PD സുനിൽകുമാർ, ലോക്കൽ ഫണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ രമ എന്നിവരും ദേവസ്വം ബോർഡിന്റെ സ്മിത്ത്, ഹൈക്കോടതി നിയോഗിച്ച സ്മിത്ത് എന്നിവരും പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 11 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ അമിക്കസ് ക്യൂറി ശബരിമല സന്നിധാനത്തെ ദേവസ്വം ബോർഡിന്റെ താൽക്കാലിക സ്ട്രോങ് റൂമിലും പരിശോധന നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലും പരിശോധന നടത്തുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച BJPയുടെ രാപ്പകൽ സമരം സമാപിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുതിർന്ന സംസ്ഥാന നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, MT രമേശ്, PK കൃഷ്ണദാസ് എന്നിവർ ഉപരോധ സമരത്തിന്റെ ഭാഗമായി. സ്വർണ്ണമോഷണത്തിൽ കൃത്യമായ നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അന്വേഷണം ഉന്നതരിലേക്ക് എത്താതെ ജീവനക്കാരെ മാത്രം പ്രതിയാക്കി രക്ഷപ്പെടാൻ ആരെയും അനുവദിക്കില്ലെന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ അവരെ സംരക്ഷിക്കാനുള്ള സർക്കാർ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം മോൻതാ ചുഴലിക്കാറ്റായി മാറുന്നതോടെ സംസ്ഥാനത്ത് ഈ മാസം 29 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴയ്ക്കാണ് സാധ്യത. നിലവിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. മോന്ത ന്യൂനമർദ്ദം ശനിയാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമാകുമെന്നും
ഞായറാഴ്ച ചുഴലിക്കാറ്റായി മാറാനാണ് സാധ്യതയെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മോന്ത കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും ഈ മാസം 29 വരെ കനത്ത മഴ തുടരും. ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 29 ശേഷം മഴ കുറയുകയും ചെയ്യും. അതേസമയം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനം പാടില്ലെന്നും അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.